ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഹൈദരാബാദിലെ ഒരു ഫെസ്റ്റിവൽ കണ്ടാലോ. ബൊണാലു എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഈ ഹൈദരാബാദ്, സെക്കന്ദരാബാദ് എന്നീ ഇരട്ട നഗരങ്ങളിലും വർഷം തോറും ആഷാഢ മാസത്തിൽ, അതായത് ജൂലൈ ഓഗസ്റ്റിൽ ആഘോഷിക്കുന്ന ഒരു സജീവമായ ഹിന്ദു ഉത്സവമാണ് ബൊണാലു. മഹാകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത്. ഇവിടെ ഭക്തർ പരമ്പരാഗത ഭക്ഷണമായ ബോണം അർപ്പിക്കുകയും ഘോഷയാത്രകളിലും സാംസ്കാരിക പ്രകടനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി മഹാകാളി ദേവിയുടെ അനുഗ്രഹം തേടുന്നതിനും അവളെ പ്രീതിപ്പെടുത്തുന്നതിനുമായാണ് ബൊണാലു ആഘോഷിക്കുന്നത്. ഒരു കാലത്ത് ഈ പ്രദേശത്ത് ബാധിച്ചിരുന്ന പ്ലേഗ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് ദിവ്യ ഇടപെടലിനും സംരക്ഷണത്തിനും നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു രൂപമാണിത്. ഭക്തി പ്രകടിപ്പിക്കുന്നതും പാപമോചനം നേടുന്നതും ഉത്സവത്തിൽ ഉൾപ്പെടുന്നു. ഈ ബൊണാലു പ്രധാനമായും കൃതജ്ഞതയുടെ ഉത്സവമാണ്. മഹാകാളിയുടെ മുൻകാല അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായും അവളുടെ തുടർച്ചയായ അനുഗ്രഹം നേടുന്നതിനുമായാണ് ഭക്തർ പരമ്പരാഗത ഭക്ഷണമായ ബോണം ഈ മഹാകാളിക്ക് സമർപ്പിക്കുന്നത്. ഹൈദരാബാദിൽ ഒരു ഗുരുതരമായ പ്ലേഗ് 19-ാം നൂറ്റാണ്ടിൽ പടർന്നു പിടിക്കുകയുണ്ടായി. ആ ഒരു സമയത്ത് ആളുകൾ ഈ ഒരു നിർമ്മാർജ്ജനത്തിന് വേണ്ടി മഹാകാളിയിലേക്ക് തിരിയുകയാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതായും ഇത് പ്ലേഗ് നിർമ്മാർജ്ജനത്തിലേക്ക് നയിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിന് പുറമെ ഞങ്ങളുടെ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമത്തിനും മൊത്തത്തിലുള്ള അഭിവൃദ്ധിക്കും വേണ്ടി ആളുകൾ മഹാകാളിയിൽ നിന്ന് അനുഗ്രഹം നേടുന്ന ഒരു സമയം കൂടിയാണ് ബൊണാലു എന്ന് പറയുന്നത്. ഹൈദരാബാദിലും തെലങ്കാനയുടെ മറ്റു ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലവും വർണ്ണാഭവുമായ ഒരു ഉത്സവമാണിത്. ബൊണാലു സ്ത്രീകൾ ബോണം വഹിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്കും ഘോഷയാത്രകൾ നയിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ആടിനെല്ലാം കഴുത്തറന്ന് കൊല്ലുന്ന ഒരിതും കൂടിയാണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.